നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ബർന്നബാസ് വരുന്നു, അതിനുശേഷം ശൗല് വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവർ 1 സംവത്സരം 26-ാമത്തെ വാക്യത്തിൽ അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. They were proclaiming. ബഹുജനത്തെ, പുറത്തുള്ള ജനങ്ങളെ അവർ പ്രൊക്ലെയിം ചെയ്യുന്നതാ നമ്മൾ കാണുന്നത്. പ്രൊക്ലമേഷൻ സഭയുടെ ഒരു ചുമതലയാണ് ഇത്. പൗലോസും ബർന്നബാസും പോയി കഴിഞ്ഞുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പൗലോസും ബർന്നബാസും അന്ത്യോക്യയിലെ സഭയിലായിരുന്നപ്പോൾ തന്നെ സഭ പ്രൊക്ലെയിം ചെയ്തെന്ന്. പ്രൊക്ലെയിം ചെയ്യാനാണ്, പ്രഘോഷിക്കുവാനാണ് പൗലോസിനെയും ബർന്നബാസിനെയും പറഞ്ഞയച്ചത്. പക്ഷെ ആ സഭയും ഒരു പ്രൊക്ലെയിമിങ് ചർച്ചായിരുന്നു, പ്രഘോഷിക്കുന്ന സഭയായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ പറയും നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ വിട്ടിട്ട് പോകുന്നു എന്ന്. നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളല്ല എന്ന് പറയും. പക്ഷെ എപ്പിസ്കോപ്പസിയുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കുപ്പായമൊന്നുമല്ല. എപ്പിസ്കോപ്പസിയുടെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എപ്പിസ്കോപ്പൽ സഭകളിൽ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരാളെ ആക്കിയിട്ടുണ്ട്, അങ്ങേർക്ക് ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം കൊടുക്കുന്നതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷം പറയണമെങ്കിലും അവർ പറഞ്ഞോണം. നമ്മൾ സുവിശേഷം പറയാനായിട്ട്, അതായത് ഇതിപ്പം ഇന്നത്തെ നമ്മുടെ വേർപെട്ട സഭകളിലും വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലർ പറയുന്നതെന്നറിയാമോ? സുവിശേഷം പറയാനൊക്കെ ഞങ്ങൾ പാസ്റ്ററെ ആക്കിയിട്ടുണ്ട്, അങ്ങേര് പറഞ്ഞോളും, നിന്റെ ജോലിയല്ല. എൻ്റെ ജോലി ഞായറാഴ്ചകളിൽ വരിക, സ്വോത്രകാഴ്ച ഇടുക, പാട്ട് പാടി വീട്ടിൽ പോവുക, അല്ലാതെ തന്നെ അല്ല. പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് സഭയിലെ എല്ലാ വ്യക്തികളും ചെയ്യേണ്ടതായ കാര്യമാണ്. എല്ലാ വ്യക്തികളും ചെയ്യേണ്ട കാര്യമാണ് പ്രൊക്ലമേഷൻ. സഭ നടത്താൻ നമ്മളൊരു പാസ്റ്ററെ ആക്കിയിട്ടുണ്ട്, പക്ഷെ പ്രൊക്ലെയിം ചെയ്യേണ്ടത് എല്ലാവരുമാണ്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, വേൾഡ് ഇവാഞ്ചലൈസേഷൻ ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ, ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ, the whole church should take the whole gospel to the whole world. മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവും എടുത്ത് മുഴുവൻ ലോകത്തിലേക്കും പോകുമ്പോഴാണ് സുവിശേഷീകരണം യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നത് ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ച് ആയിരുന്നു. പ്രൊക്ലെയിമിംഗ് ചർച്ച് ഇപ്പോഴെന്ത് ചെയ്യുന്നു? സെൻഡിങ് ചർച്ച് ആയിരിക്കുന്നു. പ്രഘോഷിക്കുന്ന സഭ ഇപ്പോൾ അയക്കുന്ന സഭ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അന്ത്യോക്യ സഭയുടെ പ്രത്യേകതയായിട്ട്. അങ്ങനെ അന്ത്യോക്യയിലെ സഭ പൗലോസിനെയും ബർന്നബാസിനെയും പറഞ്ഞയച്ചു. പറഞ്ഞയച്ച് അവരും ചെയ്യുന്നത് എന്താണ്? പ്രൊക്ലമേഷന്. അവർ പോകുകയാണ്. അവർ പല സ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രൊക്ലെയിം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു മാതൃകാ സഭ ഒരു പ്രൊക്ലെയിമിംഗ് ചർച്ചായിരിക്കും, പ്രഘോഷിക്കുന്ന സഭയായിരിക്കും. അതേപോലെ ഒരു മാതൃകാ സഭ സെൻഡിങ് ചർച്ചായിരിക്കും, അയക്കുന്ന സഭയായിരിക്കും. സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള വലിയൊരു ബേർഡൻ മാതൃകാ സഭയ്ക്കുണ്ട്. അവരെ പറഞ്ഞയച്ചിട്ടെന്നാണ് പറയുന്നത്. പറഞ്ഞയച്ചിട്ട് എന്ന് തന്നെയല്ല, അവരുമായിട്ടൊരു റിലേഷൻ സൂക്ഷിക്കുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറഞ്ഞയച്ച ശൗലും ബർന്നബാസും അവരോട് ഒരു റിലേഷൻ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 25 മുതലുള്ള വാക്യം നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അതിന് മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വായിക്കുന്നപ്പോൾ മനസ്സിലാകുന്നത്, പൗലോസും ബർന്നബാസും പോയി സുവിശേഷം അറിയിച്ചു, സഭകളൊക്കെ സ്ഥാപിതമായി. ഈ സഭകൾ സ്ഥാപിതമായതിന് ശേഷം നമ്മൾ അവർ തിരിച്ചു വരികയാണ്. 24-ാമത്തെ വാക്യത്തിൽ അവർ പിസിദ്യയിൽ കൂടെ കടന്ന് പംഫുല്യയിലെത്തി, പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലിലേക്ക് പോയി, അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്ന് ആയിരുന്നുവല്ലോ. അപ്പോൾ അന്ത്യോക്യ സഭയാണ് അവരെ പറഞ്ഞയച്ചത്. പോയി സുവിശേഷമൊക്കെ അറിയിച്ചിട്ട് ഈ മിഷണറിമാർ എന്ത് ചെയ്തെന്നറിയാമോ? തിരിച്ച് ഈ സഭയിൽ തന്നെ വന്നു. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറിമാർക്കും ഇതുപോലുള്ള ബന്ധമൊന്നുമില്ല.
അവരെ പറഞ്ഞു വിട്ട സഭയിൽ ഉള്ളവരോട് പോലും ആൾക്കാർക്ക് ഒരു ബന്ധം സൂക്ഷിക്കാത്ത, ഐ എം സോറി ടു സേ, പല മിഷണറിമാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവരെ പറഞ്ഞയച്ചതുമായ സഭയുമായി ഒരു ബന്ധം സൂക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ മിഷണറിമാരോടെല്ലാം പറയും, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ, ബാക്കിയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിലെ നിങ്ങളുടെ സഭയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചതായ സഭയുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. ചെന്ന് അവരോടൊന്ന് അറിയിക്കുക എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അത് അവർക്ക് വീണ്ടും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനിടയാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അക്കൗണ്ടബിലിറ്റി ആവശ്യമാണ്. 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു എന്നാണ്. അവർ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു. എവിടെ? അന്ത്യോക്യയിൽ താമസിച്ചു. അപ്പൊ ഈ സഭയും മിഷണറിമാരുമായിട്ടുള്ള റിലേഷൻ, കൃത്യമായൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതാണ് അന്ത്യോക്യ സഭയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു മാതൃകാ സഭയാണ് അന്ത്യോക്യയിലെ സഭ. ആ സഭയെക്കുറിച്ച് നമ്മൾ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ കണ്ടു. അതിനകത്ത് നമ്മൾ ഒരു പ്രധാന കാര്യം നമ്മൾ കണ്ടത് എന്താണ്? അവര് ദൈവ സന്നിധിയിൽ, ആന്റിയോക്യൻ ചർച്ച്, അവര് സമൂഹത്തിലെ എല്ലാ ജനങ്ങളുമായിട്ടും നല്ല ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിൽ, അവിടുത്തെ സഭയിൽ നമ്മൾ കാണുന്ന എല്ലാ തലത്തിലുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിലൊരു വേർതിരിവില്ലായിരുന്നു. ഒരു മാതൃകാ സഭയിൽ നമ്മൾ പറയുന്നത് പോലെ യാതൊരു രീതിയിലുള്ള വേർതിരിവും, അവിടെ കമ്മിറ്റിയും കാര്യങ്ങളും ഒന്നും അല്ല ഉണ്ടായിരുന്നത്. വലിയ ആളുകളും ചെറിയ ആളുകളും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരുപോലെയുള്ളവരായിരുന്നു. ദാസനും യജമാനനും എന്നുള്ള വ്യത്യാസം അവർക്കില്ലായിരുന്നു. എല്ലാവരും ഒരുപോലെയായിരുന്നു. ധനികനും ദരിദ്രനും എന്ന് പറയുന്ന വ്യത്യാസമില്ലായിരുന്നു. ജാതികളുടെ വ്യത്യാസമില്ലായിരുന്നു. എല്ലാവരും ഒരുപോലെയുള്ള കാര്യം, ഒരുപോലെയുള്ള സഭ. അതാണ് മാതൃകാ സഭയുടെ ഒരു വലിയ പ്രത്യേകത. തന്നെയല്ല, ആ സഭയിൽ എല്ലാ തരത്തിലുള്ള ആളുകളും തുല്യരായിട്ട് അവര് കാണുന്നതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ള ബോധ്യം. വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നവർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്തമായ ശുശ്രൂഷകൾ, പ്രോഫറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഒരു സഭയിൽ പല വിധത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സഭയ്ക്കൊരു ഇടയനുണ്ടാവും, പക്ഷേ സഭയിലെ ശുശ്രൂഷകൾ വ്യത്യസ്തമായ ആളുകൾ ഉണ്ടാകും. അത് കർത്താവ് അവർക്ക് നൽകുന്നതാണ്. മാതൃകാ സഭയായ അന്ത്യോക്യ സഭയുടെ മറ്റൊരു പ്രത്യേകത, അവരെ ഒരുമിച്ചുകൂടി കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നു. മാതൃകാ സഭയിൽ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. ഇതൊക്കെ ഉള്ള സഭകളാണ് മാതൃകാ സഭ. അല്ലാതെ ഞായറാഴ്ച വന്നൊരു ആരാധന കൂടിയിട്ട് മടങ്ങിപ്പോവുകയല്ല. ഒരുമിച്ച് കൂടിയിരുന്ന് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇവർ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തു. ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ സഭകളിലൊക്കെ ദൈവം സംസാരിക്കുന്ന ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോശയോട് ദൈവം ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിച്ചു. അതുപോലെ നമ്മളോട് ദൈവം ഒരു സ്നേഹിതനോട് എന്നതുപോലെ സംസാരിക്കുന്നത് നമ്മൾ കാണണം. അങ്ങനെ സംസാരിച്ചത് ദൈവം സഭയോട് പറയുകയാണ്, സെറ്റ് അപ്പാർട്ട് ഫോർ മീ, എനിക്ക് വേണ്ടി നിങ്ങൾ വേർതിരിക്ക്. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. ദൈവശബ്ദം കേട്ടു, അവർ വേർതിരിച്ചു. കമ്മിറ്റിയൊന്നും കൂടിയില്ല. കർത്താവ് പറഞ്ഞനുസരിച്ച് അവർ പിന്നെയും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. അതും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. മാതൃകാ സഭയാണ്. അങ്ങനെ അവരെ പറഞ്ഞയച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചെന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ആ സഭ അവര് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, പിന്നീടുള്ള അവരുടെ സമയം മുഴുവൻ
ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ സെൻഡിങ് ചർച്ച്. ഓൾറെഡി നമ്മൾ കണ്ടു, അന്ത്യോക്യ സഭ ഒരു പ്രഘോഷണപരമായി പ്രഘോഷിക്കുന്ന ഒരു സഭയായിരുന്നു. സുവിശേഷം അറിയിക്കുന്ന ഒരു സഭയായിരുന്നു. സുവിശേഷം അറിയിക്കാൻ മിഷണറിമാരെ അയക്കുന്ന സഭയായിരുന്നു. അവർ തമ്മിൽ നല്ല റിലേഷൻ സൂക്ഷിച്ചു എന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് എല്ലായിടത്തും സുവിശേഷമൊക്കെ അറിയിച്ച് എല്ലായിടത്തും സഭകളാക്കി, സഭകൾ തോറും മൂപ്പന്മാരെ ആക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. മൂപ്പന്മാരെ ആക്കിയിട്ട് ഇവരെന്ത് ചെയ്തു? പിന്നെയും തിരിച്ച് അന്ത്യോക്യയിൽ തന്നെ വന്നു. അങ്ങനെ അന്ത്യോക്യയിൽ തന്നെ വന്ന് അവിടെ വീണ്ടും സമയം ചെലവഴിക്കുകയാണ്. സഭയുമായുള്ള ബന്ധം സൂക്ഷിക്കുന്ന മിഷണറിമാര്. മാതൃകാ സഭയാണെങ്കിൽ അങ്ങനെയാണ്. സഭയുമായുള്ള ബന്ധം സൂക്ഷിക്കുന്നു, സഭ അവരുമായിട്ടുള്ള ബന്ധവും സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അവരവിടെ കഴിയുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് 27-ാമത്തെ വാക്യത്തിൽ, 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അവരെ അറിയിച്ചു. ഇപ്പം മിഷണറിമാര് സഭയോട് അക്കൗണ്ടബിൾ ആയിരുന്നു. അവർ എന്ന് പറഞ്ഞു, ഇതൊക്കെയാണ് സംഭവിച്ചത്, നിങ്ങൾ ഞങ്ങളെ പറഞ്ഞയച്ചല്ലോ പരിശുദ്ധാത്മാ പറഞ്ഞിട്ട്, ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അതൊക്കെ അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അവിടെ പാർത്തു. എന്നാൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അങ്ങനെ പഴയ പാർട്ടികളുണ്ടല്ലോ, യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിക്കുന്ന പാർട്ടികൾ, വേറെ ആരെയും വേണ്ടാന്ന് പറയുന്ന ആളുകൾ, അവരിവിടെയും വന്നു. ഇവിടെയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് കൽപ്പിച്ചു. ദുരുപദേശം പ്രസംഗിച്ചുകൊണ്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവര് യെരുശലേം സഭയിൽ നിന്നും വന്നവരായതുകൊണ്ട് ഇവർ നല്ല റിലേഷൻ, അതായത് ഈ അന്ത്യോക്യയിലെ സഭയ്ക്ക് യെരുശലേമിലെ സഭയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് യെരുശലേമിലെ സഭയിലേക്ക് പോകാം. നേരത്തെ യെരുശലേമിലെ സഭയ്ക്ക് ക്ഷാമം ഉണ്ടായപ്പം അവരെ പോയി സഹായിച്ച്, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു നല്ല റിലേഷൻ. അത് സഹായിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിലും യെരുശലേമിൽ നിന്നാണല്ലോ ആദ്യം ആളുകളൊക്കെ ഇവിടെ വന്നത്. ആ റിലേഷൻ ഉണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് യെരുശലേമിലെ സഭയിലേക്ക് പോകാൻ ഇവർക്ക് എന്തുകൊണ്ടാണ് ധൈര്യം ഉണ്ടായത്? നമുക്ക് പോയി പറയാം എന്ന് പറയാൻ കാര്യം അത്രയ്ക്ക് നല്ല റിലേഷൻ അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ കാണുന്നത് 3-ാമത്തെ വാക്യത്തിൽ സഭ അവരെ അയച്ചിട്ട് അവർ ഫെനീക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തരം അറിയിച്ച് സഹോദരന്മാർക്ക് സന്തോഷം വരുത്തി. അതായത് യെരുശലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സഭ പറഞ്ഞു, പോ, നിങ്ങൾ ചെന്ന് പറ, കാര്യം നമുക്ക് നല്ല ബന്ധമുണ്ട്. പൗലോസിനെയും ബർന്നബാസിനെയും അങ്ങോട്ട് അയച്ചതും അന്ത്യോക്യയിലെ സഭയാ. അപ്പൊ അന്ത്യോക്യയിലെ സഭയുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട്, അന്ത്യോക്യയിലെ സഭയ്ക്ക് യെരുശലേം സഭയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ നല്ല ബന്ധം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 15-13 അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞു, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിയത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകൾ ഒക്കുന്നു. അങ്ങനെ യാക്കോബ് അവിടെ എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യുന്നു? അന്ത്യോക്യയിൽ നിന്ന് അവർ പറഞ്ഞു വിട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു എമിക്കബിൾ ആയിട്ടുള്ള ഒരു മറുപടി അവർക്ക് കൊടുത്തു വിടുകയാണ്. അതിനുവേണ്ടി 2 പേരെ കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? 24-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. യെരുശലേമിലെ സഭയും ഒരു മാതൃകാ സഭയാണ്. അന്ത്യോക്യയിലെ സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, പ്രശ്നം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്യുന്നു? യെരുശലേമിലെ സഭയിലേക്ക് വന്നു. യെരുശലേമിലെ സഭ, നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നല്ല പറയുന്നത്. അവർ ഒരുമിച്ച് കൂടിയിരുന്നു, ആലോചിച്ചു. നോക്കുക, ദൈവികമായ ഒരു മറുപടി അവരയച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മാതൃകാ സഭ എപ്പോഴും നോക്കുന്നത് ദൈവത്തിങ്കിലേക്കാണ്. മറ്റ് സഭകളുമായിട്ട് അവർക്ക് നല്ല റിലേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല
എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവര് വന്ന് ആ വചനം പറഞ്ഞപ്പോൾ 31 വാക്യത്തിൽ അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു. അത് കൊണ്ടുവന്നത് യൂദായും ശീലാസും എന്ന് പറയുന്ന 2 പേരാണ് ശൗലിനോടും ബർന്നബാസിനോടും കൂടെ വന്നത്. ഈ യൂദയും ശീലാസും അന്ത്യോക്യയിൽ പിന്നെ വന്ന് അവരെന്താണെന്നറിയാമോ? അവർ പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ബന്ധം, ഈ സഭകൾ തമ്മിലുള്ള ബന്ധം പിന്നെയും അങ്ങ് വർദ്ധിക്കുക. പിന്നെ യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ വരിക. അന്ത്യോക്യയിലെ സഭയിൽ അവർക്ക് അവസരമുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് അന്ത്യോക്യയിലെ മാതൃകാ സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. നമുക്കും ഇന്ന് മാതൃകാ സഭകൾ ഉണ്ടാകണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭകൾ ഉണ്ടാകണം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സഭകൾ ഉണ്ടാകണം. മിഷണറിമാരെ പറഞ്ഞയക്കണം. സുവിശേഷം പ്രഘോഷിക്കണം. എപ്പിസ്കോപ്പസി എന്നതുപോലെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഫുൾ ടൈം മിനിസ്റ്റേഴ്സിനെ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ത്യോക്യയിലെ സഭയിൽ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ഒന്നും അല്ല ആദ്യം പോയി സുവിശേഷം അറിയിക്കുന്നത്. സഭയിലെ ജനങ്ങൾ അവർ സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ലോക സുവിശേഷീകരണം ഒരു സാധ്യമാകണമെങ്കിൽ ദ ഹോൾ ചർച്ച്, മുഴുവൻ സഭയും, ടേക്ക് ദ ഹോൾ ഗോസ്പൽ, മുഴുവൻ സുവിശേഷവും എടുത്ത് ഗോ ടു ദ ഹോൾ വേൾഡ്, മുഴുവൻ സുവിശേഷം എടുത്ത് മുഴുവൻ ലോകത്തിലേക്കും പോയി സുവിശേഷം അറിയിക്കണം. എന്നാലേ ലോക സുവിശേഷീകരണം സാധ്യമാവുകയുള്ളൂ. എപ്പിസ്കോപ്പസി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിയമിക്കപ്പെട്ടവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും സുവിശേഷകരാകണം. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. അന്ത്യോക്യയിലെ സഭയിൽ അവർ സുവിശേഷം പ്രഘോഷിച്ചു. അവർ മിഷണറിമാരെ ദൈവം പറഞ്ഞതനുസരിച്ച് എടുത്തു, അവരെ പറഞ്ഞയച്ചു. പക്ഷേ സഭ പ്രഘോഷണത്തിൽ നിന്ന് മാറി നിന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കും മാതൃകാ സഭകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എന്നുള്ളം നിറഞ്ഞ് ആരാധിക്കുമ്പോൾ എൻ കൺകൾ തുറന്ന് ഞാൻ അങ്ങേ കാണുന്നേ. എന്നുള്ളം നിറഞ്ഞ് ആരാധിക്കുമ്പോൾ എൻ കൺകൾ തുറന്ന് അങ്ങേ കാണുന്നേ. എൻ ചുറ്റും മറന്ന് അങ്ങിൽ മുഴുകി ആസ്വദിക്കുന്നേ ആത്മനിറവിൽ. എൻ ചുറ്റും മറന്ന് അങ്ങിൽ മുഴുകി ഞാൻ ആസ്വദിക്കുന്നേ ആത്മനിറവിൽ. ഹല്ലേലൂയ പാടി വാഴ്ത്തി വണങ്ങി ആരിലുമുന്നതനാം യേശുവേ. ഹല്ലേലൂയ പാടി വാഴ്ത്തി വണങ്ങി ആരിലുമുന്നതനാം യേശുവേ. എൻ കൺകൾ തുറന്ന് ആ മഹിമ കാണുമ്പോൾ ഞാൻ വന്ന വഴികൾ എൻ നിലവിൽ വരും. എൻ കൺകൾ തുറന്ന് ആ മഹിമ കാണുമ്പോൾ ഞാൻ വന്ന വഴികൾ എൻ നിലവിൽ വരും. ഞാൻ നന്ദിയേകിടും എൻ മിഴി നിറയും ആ തേജസ്സന്റെ മേൽ ചൊരിഞ്ഞതിനും. ഞാൻ നന്ദിയേകിടും എൻ മിഴി നിറയും ആ തേജസ്സന്റെ